ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ലേണിംഗ് ആപ്പ്. കറക്കി കുത്തിയാൽ PSC കിട്ടുമോ? പലരുടെയും സംശയമായിരിക്കും. ചിലരൊക്കെ കറക്കി കുത്തി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഞാൻ ചില ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം, PSC പരീക്ഷയിലെ ആൻസറുകളിൽ ABCD 4 ഓപ്ഷൻസ് ആണുള്ളത്. ഈ 4 ഓപ്ഷൻസും ഈക്വൽ ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്നുള്ള കാര്യം ആണ്. അതായത് 25, 25, 25, 25 ആണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു കാര്യം നമുക്കറിയാം, ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്കും റോങ് ആൻസറിന് 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. സോ 100 ക്വസ്റ്റ്യൻസിൽ ഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ, ഒരാൾ എല്ലാ ആൻസേഴ്സും A ആണ് മാർക്ക് ചെയ്തതെങ്കിൽ അയാളുടെ ടോട്ടൽ മാർക്ക് 0 ആയിരിക്കും. കാരണം 25 എണ്ണം ശരിയായി, 25 മാർക്ക്, 75 നമ്പേഴ്സ് റോങ് ആയി. സോ -25. സോ ടോട്ടൽ 0 മാർക്കായിരിക്കും എല്ലാ ഓപ്ഷൻസും A മാർക്ക് ചെയ്താൽ കിട്ടേണ്ടത്. അങ്ങനെ ആയിരിക്കണം യഥാർത്ഥത്തിൽ PSC പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യേണ്ടത്. ബട്ട് നമ്മൾ ചില മുൻകാല ചോദ്യ പേപ്പറുകളും ആൻസർ കീയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഇത് ഈക്വലായിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പരിശോധിച്ച പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഓപ്ഷൻ B അല്ലെങ്കിൽ ഓപ്ഷൻ C ഓപ്ഷനാണ് ആൻസേഴ്സ് ആയിട്ട് കൂടുതലും വന്നിരിക്കുന്നത്. ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ നോക്കൂ, 30 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സായി വന്നിരിക്കുന്നത് B ഓപ്ഷനാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കറക്കി കുത്തിയാൽ PSC പരീക്ഷ കിട്ടുമോ എന്ന് ചോദിച്ചാൽ, ഒരു PSC പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ വെറുതെ പോയി ABCD എന്നിങ്ങനെ സിഗ്സാഗ് ഓർഡറിലൊക്കെ മാർക്ക് ചെയ്യുന്നതിന് പകരം ടെക്നിക്കൽ പോലെയുള്ള പരീക്ഷകളാണെങ്കിൽ നിങ്ങൾക്കറിയാം കട്ട് ഓഫ് താരതമ്യേന 5 മാർക്ക്, 6 മാർക്ക്, 8 മാർക്കൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ ഇത്തരം ടെക്നിക്കൽ പരീക്ഷകളിൽ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ബാക്കി അറിയാവുന്നത് കറക്റ്റ് മാർക്ക് ചെയ്ത് ബാക്കിയെല്ലാം ഓപ്ഷൻ B അല്ലെങ്കിൽ ഓപ്ഷൻ C മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ PSC ലേണിംഗ് ആപ്പിൻ്റെ ഈ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള CRT പാഠപുസ്തകങ്ങളുടെ ക്ലാസ്സുകളും അതേപോലെ പല PSC ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ സോഴ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. PSC പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ പോകുന്ന ചില ഉദ്യോഗാർത്ഥികൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോകുന്നതാണ് നല്ലത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.